ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് 7.5 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ വൈറ്റ് കളർ കോമ്പിനേഷനിൽ, അതായത് ഇതിൻ്റെ അകത്ത് കബോർഡ് ബ്ലാക്ക് ഉണ്ട്, ബാക്കിയെല്ലാം പ്യുവർ വൈറ്റാണ്. വൈറ്റ് കളറിൽ ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു പുതുപുത്തൻ വീടാണ്. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ. ഇതിൻ്റെ കട്ട്ലയും വാതിലുകളെല്ലാനും തേക്കിലാണ്, അതുപോലെ തന്നെ ടൈലെല്ലാം കജേരിയാണ്, ഫിറ്റിങ്സ് എല്ലാം ജാഗ്വാറാണ്. അങ്ങനെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ്. ബാക്കി ഡീറ്റെയിൽ പറയും മുമ്പ് എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കണം. ഇത് എപ്പോഴും പറയുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു റിക്വസ്റ്റാണ്, കാരണം നമ്മുടെ വീഡിയോക്ക് ലൈക്ക് തീരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ പുതുതായിട്ട് കാണുന്നവരോട് ഒരു കാര്യം, നമ്മളിപ്പോൾ തന്നെ കേരളത്തിൽ 10ഓളം ജില്ലകളിൽ വിൽക്കാനുള്ള വീടുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ സ്വന്തമാക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കണിൽ ഓളുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഹാള് നിങ്ങളിപ്പോൾ കണ്ടില്ലേ. ഇനി ഈ താഴത്തെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂമാണുള്ളത്, 2 അറ്റാച്ച്ഡ് ബെഡ്റൂം ആണുള്ളത്. പിന്നെ കിച്ചനാണ് ഞാൻ പറഞ്ഞത്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ്. കണ്ടോ, കംപ്ലീറ്റ് കബോർഡും കാര്യങ്ങളൊക്കെ ബ്ലാക്കാണ്. കാണാൻ നല്ല ഭംഗി തന്നെയാണ്. ഈ വൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒരു എന്താ പറയുക, ഒരു എക്സിക്യൂട്ടീവ് ലുക്കാണ്. പിന്നെ വൈറ്റ് ശരിക്കും സൂക്ഷിക്കണം, അല്ലെങ്കിൽ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭംഗിക്കുറവും വേറെ ഒന്നുമില്ല. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീനൊക്കെ ആയിട്ട് ഉപയോഗിക്കണവർക്ക് പറ്റിയൊരു വീടാണ്. അല്ലാത്തവരാണെങ്കിൽ ഈ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കളർ അടിച്ചോളണം, കാരണം കളർ അടിച്ചില്ലെങ്കിൽ പണിയായി പോവും. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമുകളെ കാണാം. ബെഡ്റൂമുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സാധനങ്ങളൊക്കെ കുറച്ച് റൂമിലിരിപ്പുണ്ട്, ബാക്കിയെല്ലാം ക്ലീനാണ്. ഈ റൂമിലാണ് ഇതിൻ്റെ സാധനങ്ങളെല്ലാം വെച്ചേക്കണം. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കബോർഡും മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ട, ഈ ഒരു ബാത്റൂം വരെ വൈറ്റ് കോമ്പിനേഷനാണ് കൊടുത്തേക്കണത്. ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാനും ജാഗ്വാറാണ്. ഇനി അടുത്ത ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒരു ബ്ലാക്ക് കോമ്പിനേഷനാണ് കൊടുത്തേക്കണം. വൈറ്റും ബ്ലാക്കും കൂടി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. കണ്ട, നല്ല സ്പേസാണ്. ഇത് ടൈലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കജേരിയുടെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കും നല്ല പെർഫെക്റ്റ് വർക്കാണ്. ഈ റൂമിന് ഒരു ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാത്റൂമാണ് ഞാൻ പറഞ്ഞത്, ഒരു ബ്ലാക്ക് കോമ്പിനേഷനാണെന്ന് പറഞ്ഞത്. ഇത് കണ്ട, ഇതിൻ്റെ ഫ്ലോറ് വൈറ്റ് കളറാണ്, ഓഫ് വൈറ്റാണ്. വാളൊരു ബ്ലാക്ക് അല്ല, ഡാർക്ക് ഗ്രേ എന്ന് പറയാം. ഈ വൈറ്റ് കളറിൽ ഫിനിഷ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട്, അതായത് തേപ്പും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴേക്കും ഒരു ചെറിയൊരു കുഴിയ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും എടുത്ത് കാണിക്കും. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ വർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഗ്രാൻഡ്, കാരണം ഒരു കോംപ്രമൈസും ചെയ്യാത്തൊരു വർക്കാണ് ഇതിൻ്റെ. എല്ലാവരും അതേ കൂടുതൽ നീറ്റ് ആൻഡ് ക്ലീനാണ്, എത്രയും പെർഫെക്റ്റാണ്. കാരണം ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കാൻ പറ്റില്ല, അതുപോലെ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണിത്. കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഒരു അപാകത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പണിക്കാനും പറ്റിയാലും പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും, അത് ക്ലിയർ ചെയ്യാനും പറ്റും. മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂമാണ്. താഴത്തതിൻ്റെ നേരെ മുകളിലോട്ട് കൊടുത്തേക്കുന്നത്, താഴത്തെ സെയിം തന്നെ മുകളിലും 2 ബെഡ്റൂം കണ്ട്. ഇതാണ് കണ്ടത്, താഴത്തെ ബെഡ്റൂമിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ ഇരുത്താൻ ഇത്രയും സ്പേസ് നിങ്ങൾക്ക് തോന്നിച്ചിട്ടുണ്ടാവില്ല. അതേ സെയിം തന്നെയാണ് മുകളിലത്തെ ബെഡ്റൂം. ഇതും താഴത്തെ പോലെ തന്നെ വൈറ്റ് കളർ കോമ്പിനേഷനാണ്. എല്ലാവരും നല്ല അടിപൊളി ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഈ വീട് സ്ഥിതി ചെയ്യണ നമ്മുടെ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയുടെ അടുത്തായിട്ടാണ്. അത് NH ഒരു ഏകദേശം ഒരു 1 കിലോമീറ്റർ കഷ്ടി ഉണ്ടാവുള്ളൂ, 1 കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഏകദേശം. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ടാവില്ല, അതിൽ കുറവായിരിക്കുള്ളൂ.
അത്രയും അടുത്തായിട്ടാണ് ഈ വീടുള്ളത്. ടാർ റോഡ് ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീട് കണ്ടു കഴിയുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ടാർ റോഡ് ഫ്രണ്ടേജാണ്. 3 സൈഡിലും ഗേറ്റ് ഉണ്ട്. വണ്ടിയും ഒക്കെ ആവശ്യത്തിന് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. 2 മാവും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈ വീടിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കോടി രൂപയാണ്. ഇവിടെ നെഗോഷ്യബിളാണ്. അത് നമുക്ക് സംസാരിക്കാവുന്നൊരു കാര്യമുള്ളൂ. അതിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങളുടെ മുകളിലത്തെ നിലയിൽ ബാൽക്കണിയാണ്. കണ്ട് ഈ ഒരു ഭാഗം ഗ്ലാസ് ഇട്ട് ക്ലോസ് ചെയ്തേക്കണാണ്. ഇപ്പുറത്ത് ഗ്രില്ലാണ് കൊടുത്തേക്കണം. അതാണ് ബാൽക്കണി. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അത് നമുക്ക് തുറന്ന് കാണാം. ഇതാണ് നിങ്ങളുടെ ബാക്കിലൊരു ഓപ്പൺ സ്പേസ്. ഇവിടെ നിങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. തുണി ഉണക്കാനിടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ക്ലോത്തൊക്കെ ഉണക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഇതൊന്ന് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യവും കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ ഇതൊക്കെ പോയി കാണാം. കാരണം ഇതിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. നമുക്ക് ഇതിൻ്റെ വഴിയും ഇതിൻ്റെ ചുറ്റുപാടൊക്കെ കാണാം. കണ്ട ടാർ റോഡ് ഫ്രണ്ടേജാണ്. ഇതാണ് നമ്മുടെ വീട്. കണ്ട ഫുൾ വൈറ്റാണ്. ഇതിൻ്റെ കാണാൻ റൈറ്റ് സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ട്. കണ്ട ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇനി കണ്ട ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഗേറ്റ്. ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടി വലിയൊരു ഗേറ്റ് ഉണ്ട്. ഇതൊരു സ്ലൈഡിങ് ഗേറ്റാണ്. ഇവിടെ തന്നെ ഒരു 2 മാവ് നിൽപ്പുണ്ട്. അത്യാവശ്യം മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടാകണ 2 മാവാണ്. വലിയ മാവാണ്. കണ്ട മാവൊക്കെ ഇപ്പോൾ പൂത്ത് നിൽക്കുകയാണ്. മാവിൻ്റെ ഇലയൊക്കെ ഉണ്ട്. കാരണം ഇത് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ 1 മാസത്തിന് മുകളിലായി. ഇപ്പോൾ ഇതിന്നിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത ദിവസം ക്ലീൻ ചെയ്യാൻ വേണ്ടി ആൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വന്ന് കാണുമ്പോൾ ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുള്ളൂ. കാരണം ഇത് ഇവിടെ നോക്കാനിട്ടിട്ട് പൂട്ടിയിട്ടിട്ട്, കാരണം ഈ മാവിൻ്റെ ഇലയും എല്ലാ ചപ്പും ചോറൊക്കെ വന്നിട്ട് ഇങ്ങനെ കിടക്കണേണ്. ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഞാണ്ട. ഇതിൻ്റെ ഈ സൈഡിലും ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നടന്നു പോകാനുള്ളൊരു സെറ്റപ്പിലേ. ഇനിയിപ്പോൾ ഇങ്ങാട് കുറച്ച് ഇൻ്റർലോക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ